സർവശക്തനായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 6-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് രക്ഷയുടെ ദിവസമായിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. സ്നേഹമുള്ളവരെ, കർത്താവിന് വേണ്ടി പ്രീതികരമായി ജീവിതം നയിക്കുന്നവർ ബന്ധനത്തിലായാൽ അവരെ വിടുവിക്കുവാൻ കർത്താവ് തൻ്റെ ദൂതനെ അയക്കും. തിരുവചനത്തിൽ കർത്താവിന് പ്രീതികരമായി ജീവിച്ചിരുന്ന പത്രോസിനെ നാം കാണുന്നു. ഹെറോദേസിന്റെ ഭരണകാലത്ത് ഹെറോദേസ് സഭയിൽ പലരെയും പീഡിപ്പിക്കുമ്പോൾ പത്രോസിനെയും പിടികൂടി ചങ്ങലകളാൽ ബന്ധിതനാക്കി പടയാളികളുടെ മധ്യേ നിർത്തിയപ്പോൾ കർത്താവിന്റെ ദൂതൻ പത്രോസിന് വേണ്ടി പ്രത്യക്ഷനായി. അവനെ തട്ടി വിളിച്ചുകൊണ്ട് ദൂതൻ പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. പത്രോസ് എഴുന്നേൽക്കുമ്പോൾ അവന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. സ്നേഹമുള്ളവരെ, പത്രോസിനെ രക്ഷിക്കുവാൻ കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെറോദസിന്റെ പിടിയിൽ നിന്നും യഹൂദരുടെ വ്യാമോഹങ്ങളിൽ നിന്നും വിടുവിച്ചതുപോലെ തന്റെ ജനത്തെ രക്ഷിക്കുവാൻ, തന്റെ മക്കളെ രക്ഷിക്കുവാൻ കർത്താവ് സദാ ജാഗരൂകതയോടെ നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, തന്റെ മക്കളെ രക്ഷിക്കുവാൻ കാത്തു നിൽക്കുന്ന സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. അവിടെ നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവ സാന്നിധ്യം നമ്മുടെ പ്രതികൂല അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ആ ദൈവ സാന്നിധ്യം നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. നമുക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ വ്യാമോഹങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് എന്നോട് കൂടെ ഇരിക്കണമേ. ഒരിക്കലും വിട്ടു പിരിയാത്ത വിധം, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ തക്ക വിധം ഇന്ന് എന്നെ അവിടുന്ന് ഒരുക്കണമേ. യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ വിളിക്കുന്നു. യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവായ യേശുവേ, എന്നെ വഴി നടത്തുന്ന എൻ്റെ നല്ല ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്തെ കൂട്ടിയുറപ്പിക്കുവാൻ തക്കവിധം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മാറാത്ത സ്നേഹമേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഓ യേശുവേ,
എന്നിലെ നല്ല കാര്യസ്ഥനേ, എന്നിലെ നൽവഴി കാട്ടിയേ, എന്നിലെ നല്ല കാര്യസ്ഥനേ, എന്നിലെ നൽവഴി കാട്ടിയേ, പിരിയാ ബന്ധമേ, മാറാ സ്നേഹമേ, ഓ എൻ്റെ യേശു, നീ മതി എന്നുമേ. പിരിയാ ബന്ധമേ, മാറാ സ്നേഹമേ, നീ മതി എന്നുമേ. നീ മതി എന്നുമേ. നീ മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടൊന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെയും പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. യേശുവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കവിഞ്ഞൊഴുകണേ ഈ നൽവേളയിൽ, അങ്ങിൽ നിറയുവാൻ ആശയേറിയിടുന്നേ. കവിഞ്ഞൊഴുകണേ ഈ നൽവേളയിൽ, അങ്ങിൽ നിറയുവാൻ ആശയേറിയിടുന്നേ. മറുവിൽ നീരു തേടും വേഴാമ്പൽ പോലെ ഞാനും കേഴുന്നിതാ ആവലാ. മറുവിൽ നീരു തേടും വേഴാമ്പൽ പോലെ ഞാനും കേഴുന്നിതാ ആവലാ. കേഴുന്നിതാ ആവലാ. കേഴുന്നിതാ ആവലാ. യേശുവേ സ്തോത്രം. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. പിരിയാതെ വിട്ടു പിരിയാതെ, അകലാതെ ദൂരെ മാറാതെ, പിരിയാതെ വിട്ടു പിരിയാതെ, ഓ എൻ്റെ യേശു, അകലാതെ ദൂരെ മാറാതെ, അരികില എന്തരികില അറിയുന്നു നിൻ സാന്നിധ്യം. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന
സകല മക്കളിലും കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹം കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.